കഴിഞ്ഞ 2 ദിവസം മുമ്പുണ്ടായ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ക്രാഷ് എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണല്ലോ. സോഷ്യൽ മീഡിയയിൽ കണ്ട പല വീഡിയോസിലും പറയുന്ന കാര്യമാണല്ലോ, ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്തിരുന്നില്ല, ഫ്ലാപ്പ് പൊസിഷൻ കറക്റ്റ് ആയിരുന്നില്ല, ടെമ്പറേച്ചർ കൂടുതലായിരുന്നു, ഫ്യൂവൽ ഫുള്ളായിരുന്നു എന്നൊക്കെ. ഏതൊരു വിമാനമാണെങ്കിലും ഫ്ലൈ ചെയ്യാനുള്ള കംഫർട്ടബിൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ടേക്ക് ഓഫിന് റെഡി ആവത്തുള്ളൂ. വിമാനത്തിന്റെ വെയിറ്റ്, വെതർ കണ്ടീഷൻ, റൺവേയുടെ കണ്ടീഷൻ, ആൾട്ടിറ്റ്യൂഡ്, വിമാനത്തിന്റെ മോഡൽ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ടേക്ക് ഓഫ് ഡിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഫ്ലാപ്പ് പൊസിഷൻ സെറ്റ് ചെയ്യുന്നതും സ്പീഡ് സെറ്റ് ചെയ്യുന്നതും എല്ലാം. വിമാനം റൺവേയിലെത്തി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് V2, VR, V1 എന്ന് പറയുന്ന സ്പീഡ് പാരാമീറ്റേഴ്സ് ഉണ്ട്. വിമാനം ഇനിഷ്യൽ സ്പീഡിൽ എത്തുന്നതിന് മുമ്പായിട്ട്, അതായത് V2, VR പോയിന്റ് എത്തുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു മേജർ വാർണിംഗ് ഉണ്ടെങ്കിൽ പൈലറ്റിന് ടേക്ക് ഓഫ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ എയർ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ പോയിന്റ് വരെ ഒരു ഇഷ്യൂ ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. വൺസ് വിമാനം ഡിസിഷൻ സ്പീഡ്, അതായത് V1 എത്തിയ പിന്നെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ടേക്ക് ഓഫ് കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ഒരു പോയിന്റിൽ ടേക്ക് ഓഫ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഒരുപക്ഷെ എയർ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ഒരു പോയിന്റിൽ ചിലപ്പോൾ ഒരു വാർണിംഗ് സൈൻ കിട്ടിയിരുന്നിരിക്കാം. പിന്നെ അടുത്തത് ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്തിരുന്നില്ല എന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിഷ്വൽസിൽ ക്ലിയർ ആയി കാണുന്ന ഒന്നാണ് ലാൻഡിംഗ് ഗിയർ. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ലാൻഡിംഗ് ഗിയർ ഡൗൺ ആണെങ്കിൽ ഡ്രാഗ് വളരെ കൂടുതലായിരിക്കും, അതായത് പുറകിലേക്കുള്ള ഫോഴ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വിമാനത്തിന് സ്പീഡ് പിക്കപ്പ് ചെയ്യാൻ സാധിക്കാതെയും വരും. ഒരുപക്ഷെ ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈലറ്റിന് മനസ്സിലായിട്ടുണ്ടാവാം ഒരു മേജർ ഇഷ്യൂ ഉണ്ടെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ടേൺ ബാക്ക് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടാവും. വിമാനം ഏകദേശം 400-450 അടി ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്ത് ലിഫ്റ്റ് നഷ്ടപ്പെട്ട വിമാനം താഴേക്ക് വീഴും. അതാണ് അവൈലബിൾ വീഡിയോ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അടുത്തത് ഫ്ലാപ്പ് പൊസിഷനെ പറ്റി പറയുന്നത്. ഫ്ലാപ്പ് പൊസിഷൻ ടേക്ക് ഓഫിന് മുമ്പായിട്ട് തന്നെ പൈലറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്കതത്ര ക്ലിയർ ആയി കാണാൻ കഴിയുന്ന ഒന്നുമല്ല. പിന്നെ അടുത്തായി പറഞ്ഞത് ഫ്യൂവൽ അധികമായിരുന്നു എന്നുള്ളത്. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾക്ക് ഒരു ഡീവിയേഷൻ വേണ്ടി വന്നാൽ ആ ഒരു ഡിസ്റ്റൻസും കൂടി കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഫ്യൂവലും കൂടി ചേർത്തിട്ടായിരിക്കും ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നോർമൽ ഫ്യൂവലിനെക്കാട്ടി കുറച്ച് അധികം ഫ്യൂവൽ എയർക്രാഫ്റ്റിലുണ്ടായിരുന്നത്. ഇപ്പോഴും ശരിക്കും എന്താണ് വിമാനത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു അസംഷൻസ് മാത്രമാണ്.